13-ാം വയസ്സിൽ നായികയായി തുടക്കം. തെന്നിന്ത്യൻ സിനിമാ ചരിത്രത്തിലെ സുന്ദരമുഖം. മലയാള സിനിമയിലെ ഏറ്റവും സുന്ദരിയായ നായിക. പലർക്കും അഭിപ്രായം പലതായിരിക്കാം. നായികമാരുടെ കാര്യത്തിൽ പ്രകടനത്തെക്കാൾ ഉപരി സൗന്ദര്യത്തിനാണ് പലപ്പോഴും മുൻഗണന. നിറത്തിൻ്റെ പേരിൽ, കണ്ണഴകിൻ്റെ പേരിൽ, മൂക്കിൻ്റെയും നുണക്കുഴികളുടെയും ആകാരത്തിൻ്റെയും പേരിൽ. 70കളുടെ അവസാനവും 80കളുടെ തുടക്കത്തിലും നിരവധി സിനിമകളിലൂടെ മലയാള സിനിമാസ്വാദകരെ ആകർഷിച്ച ഒരു സുന്ദര മുഖമുണ്ട്. അക്കാലത്തെ മിക്ക നായകന്മാരുടെയും നായികയായി തിളങ്ങിയ നടി. 1962 അഗസ്റ്റിൻ ഫെർണാണ്ടസിൻ്റെയും വിക്ടോറിയയുടെയും മകളായി എറണാകുളത്ത് ജനിച്ച ഉണ്ണിമേരിയാണ് ആ നടി. ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ച ഉണ്ണിമേരി തൻ്റെ 13-ാം വയസ്സിൽ സിനിമയിൽ നായികയാവുകയും ചെയ്തു. 3-ാം വയസ്സ് മുതൽ നൃത്തം പഠിക്കുകയും ചെയ്തിരുന്നു. 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ബാലതാരമായി ഉണ്ണിമേരി സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. നവവധു, ഗംഗാസംഗമം, ശ്രീ ഗുരുവായൂരപ്പൻ തുടങ്ങിയ നിരവധി സിനിമകളിൽ ബാലതാരമായി ഉണ്ണിമേരി തിളങ്ങി. നവവധു സിനിമയിൽ പ്രേംനസീറായിരുന്നു നായകൻ. വർഷങ്ങൾക്ക് ശേഷം അതേ നായകന്റെ നായികയായും ഉണ്ണിമേരി അഭിനയിച്ചു എന്നതും കൗതുകം. ബാലതാരമായി അഭിനയിക്കുമ്പോൾ ബേബി കുമാരി എന്ന പേരായിരുന്നു നടി സ്വീകരിച്ചത്. ജമിനി ഗണേശൻ നായകനായെത്തിയ ശ്രീ ഗുരുവായൂരപ്പൻ സിനിമയിൽ ബേബി കുമാരി അവതരിപ്പിച്ച കൃഷ്ണവേഷം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടി. അഷ്ടമരോഹിണി എന്ന തന്റെ സിനിമയിൽ നായികയായി അഭിനയിക്കുമ്പോൾ വെറും 13 വയസ്സ് മാത്രമായിരുന്നു ഉണ്ണിമേരിയുടെ പ്രായം. പ്രേംനസീറാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി എത്തിയത്. പിക്നിക് സിനിമയിൽ കുറച്ച് രംഗത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന യക്ഷി കഥാപാത്രവും പ്രേക്ഷക ശ്രദ്ധ നേടി. നിരവധി സിനിമകളിൽ നായികയായി ഉണ്ണിമേരി തിളങ്ങി. എന്നാൽ സംവിധായകർ കൂടുതലും ഉപയോഗപ്പെടുത്തിയത് നടിയുടെ സൗന്ദര്യത്തെയായിരുന്നു. ഗ്ലാമർ വേഷങ്ങളിലൂടെയാണ് നടി പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടത്. തച്ചോളിയമ്പു, സൂത്രക്കാരി, അച്ചാരമമ്മിണി, സഞ്ചാരി, നാഗമടത്ത് തമ്പുരാട്ടി തുടങ്ങിയ നിരവധി സിനിമകളിൽ അക്കാലത്ത് നടി അഭിനയിച്ചു. മറ്റു ഭാഷകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളായി ഉണ്ണിമേരി എത്തി. തമിഴ് സിനിമയിൽ ദീപ എന്ന പേരിലാണ് ഉണ്ണിമേരി അഭിനയിച്ചത്. ഗ്ലാമർ വേഷങ്ങളിൽ തളച്ചിട്ടതോടെ പതിയെ സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു. പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങളും നടി അക്കാലത്ത് സിനിമയിൽ അവതരിപ്പിച്ചു. എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത്. ഓരോ ദിവസവും കൂടി വരുന്ന സൗന്ദര്യത്തിനുടമയാണ് ഉണ്ണിമേരി എന്ന് നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ഇപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.